പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിൻ്റെ വഴികൾ, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു. പലരും ആലോചിച്ചുറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോണവരുണ്ട്. ആലോചനകളെല്ലാം വ്യർത്ഥമായി പോയി. കർത്താവേ, ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും രക്ഷയെ. അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന്. അഹിതോഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത്. ദൈവികമായ പദ്ധതികളെ കുറിച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചനകൾ വ്യർത്ഥമാകും. അതുകൊണ്ട് തന്നെ കർത്താവെ, ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ. അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ, അത് അങ്ങ് ആഗ്രഹിക്കണമല്ല എന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവെ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ തൊഴിൽ സംരംഭങ്ങളെ ആഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു.
തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ ഇടയ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ടുമുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ നിൻ്റെ 100% നിൻ്റെ കഴിവിനാൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായിപ്പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിൻ്റെ കൃപ കൊണ്ട് സംഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കുവാമേ. നമ്മുടെ ബുദ്ധി, ബോധം, കഴിവ്, സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നതാണ്, ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. എന്താ കാര്യം? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത്, ബട്ട് ബൈ ഗ്രേസ് എന്ന്. മത്തായി 6:26. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇപ്പൊ നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി. ദൈവത്തെ എന്താണ്? ഞാൻ ആൾക്കാർ വഴിമുട്ടി, അളമുട്ടി, ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആണ്. എന്താ നിങ്ങൾ ആസ്തിഭദ്രകളിനി ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് കംപ്ലീറ്റ് ഇനി ദൈവം തന്നെയാണ്. ദൈവമല്ല വേറെ ചെയ്യാനില്ല, ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങളെ അവകാശമാക്കുമെന്ന് പറഞ്ഞ് ഈ അടുത്തത് അതെടുത്ത് യോഹന്നാൻ 4:38. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. ചില സമയത്ത് അങ്ങനെ വരാം. എന്ന് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അധ്വാനിച്ച കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെന്ന് വരത്തില്ല. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഔദാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും, അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ നമുക്ക് ശാസ്ത്രജ്ഞനില്ലേ, അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ലേ? എന്താ പറയണത്? അതായത് എന്തുകൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ഹ്യൂമിലിറ്റി വേണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ ടോക്ക്. ഹ്യൂമിലിറ്റി. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം. അതുകൊണ്ടാണ് അമ്മ പറയണത്, അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് ഏറ്റുപറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ? എൻ്റെ എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ആനന്ദത്തിൻ്റെ കാരണം എന്താ? അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തതാണ്. ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ കാരണം. അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണത്. ലുക്ക 1:46-47. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് അവന്റെ കാരണം. എന്താ? ലുക്ക 1:48 എന്താ പറയണേ? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എൻ്റെ ദൈവത്തിലെ ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ്. അത് എന്ത് കിട്ടിയാലും അവർ തന്നു. അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവരെന്നെ സഹായിച്ചത്, ഇവർ തന്നു, അങ്ങനെ പറയട്ടെ കാര്യമില്ല. അപ്പോഴേ പറയാം അത് അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നു, ബാക്കി തന്നതാണ്. ഇങ്ങനെ ഒന്നും ആരെയും താത്തിക്കെട്ടുകയോ ഉയർത്തിക്കെട്ടുകയോ ചെയ്യരുത്. സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തേക്കാണ്. ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്,
അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് താഴ്മയോടെ അംഗീകരിക്കണം. ബൈബിൾ അംഗീകരിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പിറ്റേ മാസം അപ്പം മരിച്ചുപോയി. അപ്പോൾ ഞാൻ സെമിനാരിൽ പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. സെമിനാരിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. പക്ഷേ അപ്പൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. പിന്നീട് അത് മനസ്സിലാക്കി. ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത്. അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയ ആളാണ്. അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല. അപ്പനില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴയുള്ള നാട്ടിൽ നിന്ന് ആലപ്പുഴ 10-32 കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവം. എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖ മാത്രമാണ്. എനിക്കന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈടുവിട്ട് പ്രാർത്ഥനകളാണ്. നമ്മൾ നമസ്കാരമില്ലേ, നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അത് കാണാതെ പഠിക്കണം. പുസ്തകം ചോദിച്ച് നടക്കണമല്ല വിഷയം. ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാനെന്നൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ മാലാഖയാണ്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടേ നിൽക്കും. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതെന്ന് വെച്ചാൽ കന്യാമറിയത്തിൽ ജനിച്ചതെന്നാണ് പറയണത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ കുഞ്ഞുനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മാലാഖ എനിക്ക് വെളിച്ചമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഖയായിരുന്നു എൻ്റെ വെളിച്ചം. അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ, സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലും. അത് 6 വയസ്സിലോ 7 വയസ്സിലോ പഠിച്ച സംഭവമാണത്. പക്ഷേ അതൊരു 10ാം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെമിനാരി വന്നതിന് ശേഷമാണ് ഞാൻ ജപമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ജപമാല വലിയ ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഈ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതും ഈ കർത്താവിൻ്റെ മാലാഖയുടെ എക്സ്റ്റൻഷനാണ്. കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ജപമാല. ആദ്യം ജപമാലയ്ക്ക് കർത്താവിൻ്റെ മാലാഖ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ജപമാല ഒരു 12ാം നൂറ്റാണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ്. പക്ഷേ ആയുധത്തിൻ്റെ കണ്ടൻറ്റ്, ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നതേ. അപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലാഖയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ വഹിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ആ മറിയം ഗർഭം ധരിച്ചതും കന്യാമറിയത്ത് നാം പിറന്നു എന്ന കാര്യം നമ്മൾ മംഗളവാർത്ത ദിവസം അവർ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസപ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമറിയത്ത് വിശ്വാസപ്രമാണം കന്യാമറി ജനിച്ചതെന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുസ്തകത്തിൽ റെഡ് മാർക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ്? കന്യാമറിയത്ത് ജനിച്ചു എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന്. അപ്പം ഞാൻ തലയല്ല കുനിക്കണത്, ഞാൻ ആ സമയത്ത് മുട്ടേ നിൽക്കും. അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കന്യാമറിയത്ത് ജനിച്ചു എന്ന് പറയണത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം, ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും അടിസ്ഥാന ശിലയെന്ന് പറയണത് ഈ കന്യാമറിയത്ത് ജനിച്ചു എന്നുള്ള സംഭവം മനുഷ്യാവതാരത്തിലാണ്. അത് ദൈവത്തോട് 1000 ഹൃദയത്തോടെ നമ്മൾ നമ്രശിരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല. അത്രയും വലിയ രഹസ്യമാണത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 7-ാം തീയതിയാണ്. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയ ഒരു നിയോഗമാണ്. എൻ്റെ ആക്ടിവിറ്റി പോയിൻ്റ്
100 തികച്ച് തരിക എന്നത്. ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തെങ്കിൽ 100 തികയ്ക്കാനുള്ള കൊടുത്തെങ്കിലും അതൊന്നും സൈറ്റിൽ കയറിയിട്ടില്ലായിരുന്നു. 100 തികഞ്ഞിട്ടില്ല. 100 തികഞ്ഞാലേ ഉള്ളൂ നമുക്ക് ബിടെക് എക്സാം പാസ്സായാലും ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അത് കൊടുത്തിട്ടും സാർ സബ്മിറ്റ് ചെയ്തിട്ടും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞപ്പം ഉടനെയാണ് ഉടമ്പടി എടുത്തത്. അന്നേരം നിയോഗമായിട്ട് അതും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് 100 തികച്ച് മാതാവ് തന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി സെപ്റ്റംബർ പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു. അതെൻ്റെ ആക്സിഡൻറ്റിൽ നിന്ന് എന്നെ മാതാവ് അത്ഭുതകരമായി രക്ഷിച്ചതിനെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ആ സാക്ഷ്യത്തിന് ശേഷമാണ് ഞാൻ IELTS എഴുതാൻ ഒക്ടോബർ ആദ്യം പോയത്. വെറും 1 മാസത്തെ ഓൺലൈൻ കോച്ചിങ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടുകൊണ്ട് പോവുകയും അവിടെ ചെന്ന് ഇരുന്ന ടേബിളിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പഠിക്കാൻ പോകാവുന്ന മാത്രം മാർക്ക് തന്ന് 7 സ്കോർ തന്ന് മാതാവ് സഹായിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം പുറത്തേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം ഇവിടെ തന്നെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തെങ്കിലും എല്ലായിടത്തു നിന്നും റിജക്ഷനാണ് വന്നത്. അങ്ങനെ ഇരിക്കെ ഇയർ ഗ്യാപ്പ് ആയത് കാരണം ഇയർ ഗ്യാപ്പ് വരാതിരിക്കാൻ എറണാകുളത്തൊരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പൈസ ഇല്ലായിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാതാവ് പൈസ റെഡിയാക്കി കൊടുത്തു. അമ്മയുടെ LIC നേരത്തെ എടുക്കാൻ സാധിച്ചു. അതുപോലെ IELTSന് പൈസ, കോച്ചിങ്ങിനും എക്സാമിൻ ഫീസിനും പൈസ ഇല്ലാഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ വസ്തുവിലുള്ള മരങ്ങളിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വെച്ച് തേച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് IELTSനുള്ള കോച്ചിങ്ങിനും എക്സാമിനുള്ള ഫീസിനുള്ള പൈസ മാതാവ് ആ മരം വിറ്റ് വഴി റെഡിയാക്കി തന്നത്. അതുപോലെ തന്നെയാണ് എറണാകുളത്തെ കോഴ്സിനും വേണ്ടി പൈസ റെഡിയാക്കാതിരുന്നപ്പം ഞാനും അമ്മയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കറക്റ്റായിട്ട് ആ കോഴ്സിന് വേണ്ട കറക്റ്റ് പൈസ അമ്മയ്ക്ക് LIC നേരത്തെ കിട്ടി. അങ്ങനെ റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഈ എറണാകുളത്തെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു അറിവ് കിട്ടി. ഇങ്ങനെ ജർമ്മനിയിൽ IELTS മതി, അതുപോലെ 6.5 മതി, അതുപോലെ തന്നെ പിന്നെ ഫീസ് വേണ്ട, ഗവൺമെൻറ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫീസ് വേണ്ട, അങ്ങനെ പഠിക്കാമെന്ന് അറിവ് കിട്ടി. അങ്ങനെ അതിനു വേണ്ടി അപ്ലൈ ചെയ്തു. ഏപ്രിൽ മാസം ഏജൻസീനെ സമീപിച്ചു. അന്നേരം ജർമ്മനിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ APS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സൊക്കെ ജെനുവിൻ ആണെന്ന് ജർമ്മൻ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്താൽ മിനിമം 2 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരത്തേക്കും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി നിബന്ധനകളുമൊക്കെ പാലിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് 1 മാസം കൊണ്ട് തന്നെ APS റെഡിയാക്കി തന്നു. കൃത്യം 1 മാസം, മെയ് മാസം ആയപ്പം APS റെഡിയാക്കി തന്നു. അപ്ലൈ ചെയ്ത് കൃത്യം 1 മാസത്തിൽ തന്നെ തന്നു. അത് കഴിഞ്ഞ് ആ മെയ് മാസം തന്നെ, മാതാവിൻ്റെ ഉണക്കമാസം തന്നെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇതിന് വേണ്ടി അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞു, നീ പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കണ്ടായിരുന്നു, നിനക്ക് 76% മാർക്കുള്ളൂ ബിടെക്കിന്. അവർക്കൊക്കെ 80 കൂടുതൽ ശതമാനം മാർക്കുണ്ടായിട്ട് പോലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ വിചാരിച്ച കോഴ്സൊന്നും കിട്ടിയില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രൈവറ്റ് നോക്കിയാൽ മതി. പക്ഷേ എനിക്ക് പ്രൈവറ്റിൽ പോകാനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഉത്തരവില്ലായിരുന്നു. കോഴ്സും കഴിഞ്ഞു, എറണാകുളത്തെ കോഴ്സും കഴിഞ്ഞു, എന്നിട്ട് അതിൽ നിന്നും ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം
ജൂലൈ മാസം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ പോയി. ജൂലൈയിലെ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരാധനാ മധ്യേ മാതാവ് കരയുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞാൻ വെക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതേ ഏജൻസി നമ്മൾ പറയാതെ തന്നെ കുറേ യൂണിവേഴ്സിറ്റി വെക്കും. അപ്പോൾ ആദ്യക്കൂട്ടിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ എറണാകുളത്ത് പഠിച്ചതും ആയ കോഴ്സിൻ്റെയും കൂടി മിക്സായിട്ടുള്ള കോഴ്സിന് എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് അഡ്മിഷൻ ഓഫർ ലെറ്റർ വന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് വേണ്ട പൈസ അയക്കാൻ റെഡിയാക്കാനായിട്ട് അമ്മയും ഡാഡിയും കൂടി സഹകരിച്ചു. അങ്ങനെ ജൂലൈ 24 വിസ അപ്ലൈ ചെയ്തു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് കുറേ നീണ്ടതായിരുന്നു. 1 മാസമായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ ഒക്ടോബർ ഇൻടേക്ക് തന്നെ പോകണമെങ്കിൽ എനിക്ക് ഓഗസ്റ്റ് 31 മുമ്പ് വെയിറ്റിംഗ് ലിസ്റ്റെങ്കിലും മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഓഗസ്റ്റ് 31 ഒന്നും മാറിയില്ല. പക്ഷെ അന്ന് രാത്രി ഓഗസ്റ്റ് 31 രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ പള്ളിയിൽ അൾത്താരയിലേക്ക് കുർബാന സ്വീകരിക്കാവുന്ന പോലെ പോയപ്പം അവിടെ ചെന്നപ്പോൾ കുർബാന തരുന്ന അച്ഛന് പകരം കൃപാസന മാതാവായിരുന്നു നിന്നത്. മാതാവ് സന്തോഷത്തോടെ എന്നോട് എന്തോ പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും കേട്ടില്ല, എനിക്കതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ ആഴ്ച തിരുവോണത്തിൻ്റെ അന്ന് എനിക്കെന്തോ മെയിൽ വന്നു. പക്ഷേ വിസാനെ സംബന്ധിച്ച് പക്ഷേ അതെനിക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. അത് ഏജൻസിക്ക് തുറന്നു നോക്കാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഏജൻസി അവധിയായ കാരണം അന്ന് തുറന്നു നോക്കാൻ പറ്റിയില്ല. എന്നിട്ട് തിങ്കളാഴ്ച മാതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അത് ഏജൻസി തുറന്നു നോക്കിയപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയെന്നായിരുന്നു. എന്നിട്ട് പിന്നെ അത് എന്നിട്ട് സബ്മിറ്റ് ആയത് വിസയുടെ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ വെള്ളിയാഴ്ച എനിക്ക് അപ്പോയിൻമെൻറ്റ് വിസ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് എടുക്കാൻ 15-ാം തീയതി തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടി. 15-ാം തീയതി വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഇൻടേക്കിലേക്ക് വരാവുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൃത്യം 15-ാം തീയതി തന്നെ മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റിനുള്ള ഡേറ്റ് തന്നു. അത് കഴിഞ്ഞ് 8 മുതൽ 10 ദിവസം ആകും വിസ കിട്ടാനെന്നാണ്, കയ്യിൽ കിട്ടാൻ, വിസ അടിച്ച് പാസ്പോർട്ട് കിട്ടാനെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കൃത്യം 9-ാം ദിവസം എനിക്ക് ഒക്ടോബർ 24 എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു നേരത്തെ 1-2 സാക്ഷ്യത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ചേച്ചി വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഉടമ്പടി പത്രത്തിൻ്റെ ഒരു കാണാൻ പറ്റാത്ത മുറിച്ചെടുത്ത് പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ അതവർ തിരിച്ച് ആ പേപ്പർ കഷ്ണം അവർക്ക് കണ്ടുപിടിച്ച് തിരിച്ച് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാനും നൂലിന് പാകത്തിന് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ട് ഉടമ്പടി കൃപാസന പത്രത്തിൻ്റെ ശകലം മുറിച്ച് എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച പാസ്പോർട്ടിൻ്റെ 6-7 പേജുകളുടെ നടുക്ക് വെച്ച് ആണ് കൊടുത്തത്. ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ 6-7 പേജിൽ വിസ അടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആ പേപ്പർ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ പേജ് 8-9 പേജിലാണ് വിസ അടിച്ച് തന്നിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രാവശ്യം ആകാശത്ത് 4 എന്ന അക്ഷരം മേഘത്തിൽ കാണിച്ചിരുന്നു. ആ 4-ലാണ് ജൂലൈ 24 വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അതിലും 4 ഉണ്ട്. അതുപോലെ എനിക്ക് വിസ കൈ കിട്ടിയത് സെപ്റ്റംബർ 24 അതിലും 4 ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റിന് ഡേറ്റ് എടുക്കാനായിട്ട് അപ്പം എനിക്ക് ഏത് ദിവസം എടുക്കണമെന്ന് അറിയില്ലാത്തത് കാരണം ഞാൻ ഒക്ടോബർ 4 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ കൃപാസനം പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന കൂടാതെ തന്നെ എല്ലാ ദിവസവും രാവിലെയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ചെല്ലുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകമായ മാതാവിൻ്റെ സംരക്ഷണവും ധൈര്യവും
അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും സുഗന്ധാഭിഷേകങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞത് കൂടാതെ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് അമ്മയുടെ കൂടെ വൃദ്ധസദനം സന്ദർശിക്കാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം വേദപാഠം പഠിപ്പിക്കാനും പോയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിൻവലിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ദൈവം നമ്മെക്കുറിച്ച് വളരെ കരുതലുള്ളവനാണെന്ന് ഉള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് അവിടുന്ന് നമ്മോട് ഉടമ്പടി ചെയ്യുകയും നാം അവിടുത്തോട് ചെയ്യുന്ന ഉടമ്പടി നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അബിയയുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഒരു എയർലിഫ്റ്റ് സാക്ഷ്യമാണെന്ന് നമുക്കിത് പറയാം. കാരണം IELTS പാസ്സായതിനു ശേഷം മകൾ എന്തു ചെയ്യണമെന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരവസരത്തിലാണ് പരിശുദ്ധ അമ്മ വഴികാട്ടിയായിക്കൊണ്ട് ഈ മകളെ റീഡയറക്റ്റ് ചെയ്ത് ഇന്ന് ജർമ്മനിയിൽ മകൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കുവാനുള്ള ഒരു വലിയ സൗകര്യം അമ്മ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. സമയത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും സാമ്പത്തികമായ പ്രശ്നങ്ങളെയും അമ്മ ദൂരീകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. ആരാധനാ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാനും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെ എല്ലാം കൃത്യമായി ഡിറക്ഷൻസും അതുപോലെ തന്നെ താൻ എത്തിപ്പെടേണ്ട ദിവസങ്ങളും ഡേറ്റുകളും എല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായി ഓർക്കുകയും നേർച്ച വസ്തുക്കളിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം പരിശുദ്ധ അമ്മയോട് വളരെയധികം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മകൾക്ക് ഇന്ന് വളരെ നല്ല ഒരു ആത്മീയ ബന്ധത്തിലേക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒപ്പം എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. താൻ എവിടെ പോയാലും ജർമ്മനിയിലായാലും മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വന്നാലും പരിശുദ്ധ അമ്മയെയും ഈശോയും കൂട്ടുപിടിച്ചാണ് ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതമെന്നാണ് അബിയ ഏറ്റു പറഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുവാനും പരിശുദ്ധ അമ്മയിലൂടെ ജീവിക്കുവാനുള്ള ഒരു വലിയ ജീവിതാനുഭവം, വലിയ ആധ്യാത്മിക അനുഭവമേ മകൾക്ക് ലഭിക്കുമ്പോൾ തൻ്റെ തലമുറകൾക്ക് കൈമാറുവാനുള്ളൊരു വലിയ സൗഭാഗ്യം ഉണ്ടാകുന്നുവെന്നാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നതാണ്. ഞാൻ അനുഗ്രഹിക്കുന്നവരെ 1000 തലമുറ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് തലമുറകൾക്കുള്ള ഒരു അനുഗ്രഹമാണ്. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായി അഭിഷേകമുള്ളവരായി മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമാണ് മകൾക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോഴാണ് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഏക മാർഗമാണ് നമുക്ക് ലഭിക്കുന്ന കൃപാസന പത്രം മറ്റുള്ളവർക്കെല്ലാം വിതരണം ചെയ്ത് ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഇവിടെ നിൽക്കുന്ന അത്ഭുതങ്ങളെയും ഈശോ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പ്രവർത്തിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ മകളുടെ വീണ്ടും വന്നുകൊണ്ടിരുന്ന പരു സൗഖ്യപ്പെട്ടുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് എപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഈ അത്ഭുതങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നാം എടുക്കുന്ന റിസ്ക് നാം മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് സ്വയം അനുഭവിക്കുവാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ ഏറ്റുപറയുവാനുള്ള ധൈര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അബിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.